ഇവിടെ കഴിഞ്ഞ കുറച്ചധികം നാളുകളിൽ കോൺഗ്രസ് ഇറക്കിയിരുന്നത് തറക്കല്ലിടൽ നാടകമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ വെള്ളപ്പേപ്പർ നാടകമാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, തിന്നൂല്ല തീറ്റിക്കില്ല എന്ന് പറയും. അതുപോലെയാണ് കോൺഗ്രസിന്റെ സ്ഥിതി. ഇപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ എന്താ പറഞ്ഞത്? ഇത് കൈക്കൂലിയാണെന്നാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ കാലത്ത് 18 മാസവും 28 മാസവും കുടിശ്ശികയായിരുന്ന പെൻഷൻ ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും കൈകളിലേക്ക് 1600 രൂപ പെൻഷൻ മാസാമാസം അവരുടെ വീടുകളിലേക്കാണ് കൊടുക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപ ഉണ്ടായിരുന്ന പെൻഷന്റെ സ്ഥിതി എന്താ? തൊട്ടടുത്ത സർവീസ് സഹകരണ ബാങ്കിന്റെ അപ്സ്റ്റെയർ കയറി പോകണം. 600 രൂപ കിട്ടണമെങ്കിൽ 100 രൂപ ഓട്ടോ പിടിച്ച് സാധാരണക്കാർ ബാങ്കിൽ പോയി ക്യൂ നിട്ടാണ് വാങ്ങിയിരുന്നത്. ആ സ്ഥാനത്ത് ഇന്ന് 1600 രൂപ മാസാമാസം കൈകളിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇവര് പറയുന്നുണ്ട് കുടിശ്ശിക ഉണ്ട് എന്നുള്ളത്. പെൻഷനൊക്കെ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ഇപ്പതാ വലിയ പെരുന്നാളും സ്കൂളും തുറന്ന സമയത്ത് 2 മാസത്തെ പെൻഷൻ 1600 രൂപ 3200 രൂപയായിട്ടാണ് വീടുകളിലേക്ക് എത്തിയത്. ഇവിടെ UDFന്റെ പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് കുടിശ്ശിക ഉണ്ടായി? കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന സാമ്പത്തികമായ വിവേചനത്തെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അഡ്രസ് ചെയ്യാത്തത്? ഇവിടുന്ന് വിജയിപ്പിക്കപ്പെട്ടിട്ടുള്ള MP മാരുണ്ടല്ലോ, എന്തുകൊണ്ടാണ് വിജയിപ്പിക്കാത്തത്?